മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മഹാഭാരതത്തിൽ നിന്ന് തന്നെ ഒരു വലിയ സന്ദേശം നമുക്കിന്ന് വീണ്ടും എടുക്കാം. പരിമിതമായ സമയങ്ങളേ ഉള്ളൂ. കുറേയധികം യാത്രകളുണ്ട്, പ്രഭാഷണ യാത്രകൾ, കുറേയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഡൽഹിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ഹോംവർക്കുകളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ വരികൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഓർമ്മിക്കുക, ധൃതരാഷ്ട്രര്, ഗാന്ധാരി, അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു. ധൃതരാഷ്ട്രർക്ക് രാജാവാകാൻ പറ്റാതെ പോയത് കണ്ണിന് കാഴ്ചയില്ല എന്ന കാരണത്താലാണ്. ധൃതരാഷ്ട്രർക്ക് കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നുവെങ്കിൽ, അന്ധനല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹമാണ് രാജാവാകേണ്ടത്. ഇപ്പൊ ധൃതരാഷ്ട്രരുടെ മനസ്സിലുള്ളത്, എനിക്ക് ഈ അംഗവൈകല്യമുള്ളത് കൊണ്ട് രാജാവാകാൻ സാധിച്ചില്ല. യഥാർത്ഥത്തിൽ രാജസിംഹാസനത്തിൽ ഇരിക്കേണ്ടിയിരുന്ന ഞാൻ, എൻ്റെ മകനായ ദുര്യോധനൻ അംഗവൈകല്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ എൻ്റെ സിംഹാസനം, ഇപ്പോ പാണ്ഡുവിന്റെ പേരിൽ രാജ്യം ഭരിക്കുന്ന ധൃതരാഷ്ട്രരായ എൻ്റെ സിംഹാസനം, അത് എൻ്റെ മകനായിട്ടുള്ള ദുര്യോധനനല്ലേ കൊടുക്കേണ്ടത്? ധർമ്മശാസ്ത്ര പ്രകാരം അവൻ വേറെ കുറവൊന്നും ശാരീരികമായിട്ട് എനിക്കുള്ളത് പോലെ ഇല്ലല്ലോ. അങ്ങനെയെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരുന്നു ദുര്യോധനനെ രാജാവാക്കണമെന്ന് എല്ലാവരോടും സർവതലത്തിലും അദ്ദേഹം ആഗ്രഹിച്ചതും തൻ്റെ ആഗ്രഹം അറിയിച്ചതും. അതിന് ഒരു മറുപടി കൊടുക്കുന്ന വിധത്തില് ഭീഷ്മരും ദ്രോണരും വിതുരരുമെല്ലാം ഈ ധൃതരാഷ്ട്രരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അങ്ങ് തീരുമാനിച്ചുകൊള്ളൂ, ഈ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ ധർമ്മപുത്രർക്കാണോ കഴിവുള്ളത്, അതല്ല ദുര്യോധനനാണോ കഴിവുള്ളത് എന്ന് അങ്ങ് തീരുമാനിക്കുക. ഒരു പരീക്ഷണം അങ്ങയുടെ മുമ്പിൽ ഇവിടെ വെച്ച് നടത്താം. നേരെ ദുര്യോധനനെ വിളിച്ചു. അച്ഛനുണ്ട്, വിതുരനുണ്ട്, ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, എല്ലാവരുടെയും സാന്നിധ്യത്തില് ദുര്യോധനനെ വിളിച്ചൊരു ചോദ്യം ചോദിച്ചു. ഒരു കൊലപാതകം ഒരു ബ്രാഹ്മണൻ ചെയ്താൽ എന്തായിരിക്കും ശിക്ഷ? ഒരു ക്ഷത്രിയൻ ചെയ്താൽ എന്തായിരിക്കും ശിക്ഷ? ഒരു വൈശ്യൻ ചെയ്താൽ എന്തായിരിക്കും ശിക്ഷ? ഒരു ശൂദ്രൻ ചെയ്താൽ എന്തായിരിക്കും ശിക്ഷ കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു തെറ്റ്, കൊലപാതകം എന്നുള്ളത് മാറ്റാൻ വേണമെങ്കിൽ, ഒരേ തെറ്റി 4 വർണ്ണത്തിൽപ്പെട്ടവര്, ജാതിയല്ല വർണ്ണം, 4 വർണ്ണത്തിൽപ്പെട്ടവർ ചെയ്താൽ എന്തായിരിക്കും നീ ശിക്ഷ കൊടുക്കുക? ഉടനെ ദുര്യോധനൻ പറഞ്ഞു, ബ്രാഹ്മണര്, വേദം പഠിച്ചവര്, ശ്രേഷ്ഠര്, സമൂഹത്തിന് നന്മ ചെയ്യേണ്ടവര്, അവർക്ക് 4-1 ശിക്ഷയെ ഞാൻ കൊടുക്കുള്ളൂ. യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ഭീകരമായ ശിക്ഷയില് 1/4 ഭാഗം ശിക്ഷയെ ബ്രാഹ്മണരാണെങ്കിൽ അവർക്ക് കൊടുക്കുള്ളൂ. കാരണം അവര് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇനിയും പ്രവർത്തിക്കേണ്ടവരാണ്. ക്ഷത്രിയനാണ് ആ തെറ്റ് ചെയ്തതെങ്കിൽ 4/2 ഭാഗം ശിക്ഷ, അല്ലെങ്കിൽ 2/1 ഭാഗം ശിക്ഷ, അതായിരിക്കും ഞാൻ കൊടുക്കുക. വൈശ്യനാണത് ചെയ്തതെങ്കിൽ 4/3 ഭാഗം ശിക്ഷ ഞാൻ വൈശ്യന് കൊടുക്കും, വൈശ്യവർണ്ണത്തിൽപ്പെട്ടവന് കൊടുക്കും. അതുപോലെ ശൂദ്രനാണ് തെറ്റ് ചെയ്തതെങ്കിൽ 4/4 പൂർണ്ണമായിട്ടുള്ള ശിക്ഷ ഞാൻ കൊടുക്കും. അതായിരിക്കും എൻ്റെ ഭരണത്തിന്റെ രീതി എന്ന് ദുര്യോധനൻ പറഞ്ഞു. എല്ലാവരും കേട്ടു. ദുര്യോധനൻ പോയി ഇതൊന്നും അറിയാതിരിക്കുന്ന ധർമ്മപുത്രരെ വിളിച്ച് പെട്ടെന്ന് രാജസന്നിധിയിൽ വരണമെന്ന് പറഞ്ഞു. ധൃതരാഷ്ട്രൻ ഒരു ചോദ്യം നേരത്തെ ദുര്യോധനോട് ചോദിച്ചതുപോലെ ധർമ്മപുത്രരോട് ചോദിച്ചു. ഈ ഒരു കുറ്റം 4 വർണ്ണത്തിൽപ്പെട്ടവർ ചെയ്താൽ എന്തായിരിക്കും ശിക്ഷ? ഒരു സെക്കൻഡ് പോലും വൈകാതെ ധർമ്മപുത്രര്, യുധിഷ്ഠിരൻ ഉത്തരം കൊടുത്തു. ഏറ്റവും അറിവുള്ളവരാണ് ബ്രാഹ്മണര്. അവർ വേദം പഠിച്ചവരാണ്, ധർമ്മശാസ്ത്രം പഠിച്ചവരാണ്. അവര് തെറ്റ് ചെയ്താൽ 4 ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണം. ക്ഷത്രിയനാണ് തെറ്റ് ചെയ്തതെങ്കിൽ 3 ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണം. വൈശ്യനാണ് തെറ്റ് ചെയ്തതെങ്കിൽ 2 ഇരട്ടി ശിക്ഷ കൊടുക്കണം. ശൂദ്രനാണ് തെറ്റ് ചെയ്തതെങ്കിൽ ശിക്ഷ എന്തു പറയുന്നു അത് മാത്രം കൊടുക്കുക. അപ്പോ കാരണം ശൂദ്രൻ വലിയ അറിവില്ലാത്തവനാണ്. വളരെ അറിവില്ലാത്ത വ്യക്തിയിൽ നിന്ന് തെറ്റുകൾ സാധാരണയായിട്ടുണ്ടാകാം. അവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ ഇരട്ടി വേണം അവരെക്കാൾ അറിവുള്ളവർ ചെയ്യുന്ന ശിക്ഷ. അറിവുള്ളവർ ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ട ശിക്ഷ വൈശ്യർക്ക്, അതിനേക്കാൾ അറിവും പരിചയവുമുള്ള രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ട ക്ഷത്രിയര്, അവർ ചെയ്യുന്ന ശിക്ഷ 3 ഇരട്ടി കൊടുക്കണം.
അതേപോലെ ബ്രാഹ്മണര്, അറിവുള്ളവര്, വേദം പഠിച്ചവരോ അല്ലാത്തവരോ ആരുമാവട്ടെ, അവർക്ക് നല്ല അറിവും വിവേകവും സൗകര്യങ്ങളുമുള്ള ജീവിതത്തിലുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് 4 ഇരട്ടി ശിക്ഷ കൊടുക്കണം. എന്നിട്ട് ധൃതരാഷ്ട്രരോട് ഇത് കേട്ടതിന് ശേഷം മറ്റുള്ളവർ ചോദിച്ചു, അങ്ങയുടെ അഭിപ്രായം എന്താണ്, ഏതാണ് ശരിയെന്ന് തോന്നുന്നു? ധൃതരാഷ്ട്രർ പറഞ്ഞു, എൻ്റെ മകന്റെ മനസ്സിൽ കാളസർപ്പ വിഷം പോലെ ഇത്രയും അധികം വാശിയും പകയും വിദ്വേഷവും അജ്ഞതയും നിറഞ്ഞിരിക്കുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നിങ്ങൾ ധർമ്മപുത്രരെ തന്നെ രാജാവായിട്ട് വാഴിക്കുക. എൻ്റെ സ്വാർത്ഥത, എൻ്റെ മകനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം എന്നെ ഒരു പക്ഷേ കൂടുതൽ അന്ധനാക്കുന്നു. ഭൗതികമായിട്ടുള്ള അന്ധതയേക്കാൾ ഉപരി ഞാൻ മാനസികമായിട്ട് കൂടുതൽ അന്ധനാവുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമുക്ക് മാതൃകയാവേണ്ട ഒരു വലിയ പരീക്ഷണമാണിത്. പ്രണാമം, നമസ്കാരം.